ഹായ്. കാക്കി സ്വപ്നം കാണുകയും ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയല്ല, CPO എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ, അത് വെറും ഒരു പരീക്ഷയല്ല, അതൊരു നിയോഗമാണ്. കാര്യം കാക്കി എന്ന് പറയുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന, നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന വലിയ ഒരു നിയോഗം നമ്മുടെ കയ്യിൽ വെച്ച് തരുന്ന ഒരു ജോലിയാണ്. സോ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വരാൻ പോകുന്ന CPO പരീക്ഷയ്ക്ക് മാർക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കുറെ സ്മാർട്ട് ടെക്നിക്സ്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, ടൈം മാനേജ്മെന്റ് ടെക്നിക്സ്, അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സ്, അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. സോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. 2 weeks പീരീഡ് കണ്ടാലും മതി സമയമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങൾക്ക് തീരെ സമയമില്ലാത്തൊരു സിറ്റുവേഷൻ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് പോരുന്ന പഠിക്കുക എല്ലാവരും. ഓക്കെ, അഗൈൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഡെയിലി അവരുടെ ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ 10th + 2 പരീക്ഷകളുടെ പ്ലേലിസ്റ്റ്, യൂട്യൂബിലെ ഈ ഒരു പ്ലേലിസ്റ്റും നിങ്ങളൊന്ന് കണ്ടു നോക്കാം, ഉറപ്പായി ഉപയോഗപ്പെടും. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പരീക്ഷ എന്തിനാ PSC നടത്തുന്നത്? ഏറ്റവും ബുദ്ധിമാനെയും ഏറ്റവും ബുദ്ധിമതിയും കണ്ടെത്താനാണോ? അല്ല, ഏറ്റവും സ്മാർട്ടായ ഒരു ഉദ്യോഗസ്ഥനെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്താനാണ് അവർ ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സ്മാർട്ടാണ് എന്നോട് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, പല ചോദ്യങ്ങളും നമുക്ക് ഈവൻ അതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും സ്മാർട്ടായി ചിന്തിച്ചുകൊണ്ട്, എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്മാർട്ടായി കറക്കി കുത്തിക്കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ കോമൺ സെൻസ് മാത്രമാണ് ഇവിടെ വേണ്ടത്. ഇത്തരത്തില് ഇത് കഴിഞ്ഞ CPO പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഞാൻ കുറെ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടാൽ ഒരു 1/2 പേജ് അല്ലെങ്കിൽ വലിയ ചോദ്യമാണെന്ന് തോന്നും, പക്ഷെ അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഈ ഒരു ചോദ്യങ്ങൾ ജസ്റ്റ് എന്റെ കൂടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്തേ. ഇതിന്റെ ഉത്തരം എന്തൊരു നോക്കിയേ. ഒരു ചോദ്യമാണ് അല്ലെ, താഴെ പറയുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഇത് വട്ടമിട്ട് വെക്കാനാണ്. ശരിയാണോ തെറ്റാണോ പറഞ്ഞിട്ടുള്ളത് വട്ടമിട്ട് വെക്കണം അല്ലെ. അതിനുശേഷം മാത്രമേ നമ്മൾ ഉത്തരത്തിലേക്ക് പോവാവൂ. ഈ ഒരു ചോദ്യം നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാന്നാണ് പറയുന്നത്. ഇത് ലോജിക്കലി ആലോചിക്കുമ്പോൾ കറക്റ്റ് ആണോ? ഏത് സ്ഥലത്തും ഗവർണറിന്റെ വീട്ടിൽ രാത്രി 12 മണിക്ക് പോലീസ് ഉദ്യോഗസ്ഥന് കയറാമോ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്? നിങ്ങൾ റിയൽ ലൈഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ DGPയുടെ വീട്ടിൽ ഇടിച്ചു കയറാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് ആലോചിച്ചു. ഏത് സ്ഥലത്തും എക്സ്ട്രീം വേർഡാണ് അല്ലെ, ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും. അപ്പൊ നിങ്ങൾ സ്മാർട്ടാണ്, നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനാവാൻ പോകുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആ സ്മാർട്ട്നെസ് ആലോചിച്ച് നോക്കിയപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഭൂലോക മണ്ടൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോകേണ്ടത്, ഓപ്ഷൻസിലേക്കാണ് പോകേണ്ടത് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലുള്ള എല്ലാ ഓപ്ഷനും വെട്ടിക്കളഞ്ഞേ. A പോയി, B പോയി. ഇനി C അല്ലെങ്കിൽ D മാത്രമേ കറക്റ്റ് ആൻസർ ആവുള്ളൂ അല്ലെ. അപ്പോ സിയിലും ഡിയിലും സ്റ്റേറ്റ്മെന്റ് 2 ഇല്ല. അപ്പോ സ്റ്റേറ്റ്മെന്റ് 2 നിങ്ങൾ വായിച്ചു നോക്കാൻ പോലും പാടില്ല. അത്ര സമയം നമ്മൾ ലാഭിക്കുകയാണ്. ഇവിടെ ലാഭിക്കുന്ന ഓരോ സെക്കൻഡ് ടൈം മാനേജ്മെന്റ് ടെക്നിക്. ഓരോ സെക്കൻഡും നമ്മൾ മാത്തമാറ്റിക്സിനോ അല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കണം അല്ലെ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, കുറ്റം ചെയ്യാനോ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് അല്ലെ. ഇതിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കോമൺ സെൻസ് വെച്ച് അറിയുമ്പോൾ കറക്റ്റാ. ഞാനൊരുത്തരെ ഒരു വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊന്നു, അപ്പൊ ആ വെട്ടുകത്തി പിടിച്ചെടുക്കാൻ അധികാരം പോലീസ് ഉദ്യോഗസ്ഥനല്ലേ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള, ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കള്ളനെ പിടിക്കാൻ പോവാം. അപ്പൊ അടുത്തിരുന്ന ഒരു ബൈക്ക് യാത്രകളുണ്ട്, ബൈക്കിൽ കള്ളനെ ഫോളോ ചെയ്യാൻ പറയുന്നത്. അപ്പം അയാൾ അത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആവശ്യപ്പെട്ട സേവനം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എടുത്ത് ആലോചിക്കുക. ഇവിടെ ഇപ്പം ഓപ്ഷൻ സേഫ് ആണ്, കാര്യം 4 അല്ലെങ്കിൽ 3 അല്ലെ. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഉത്തരത്തിലേക്ക് എത്താം. C4 ഉള്ള ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ 3 and 4 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്തേനെ? അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ആലോചിക്കുക? പോലീസ് ഉദ്യോഗസ്ഥന് കേസ് അന്വേഷിക്കേണ്ട ഭാഗമായി നിങ്ങളുടെ അടുത്ത് ഒരു കാശ് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ചോദിക്കുന്നു, നിങ്ങൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ച് അകത്തിടാൻ പറ്റുമോ? അപ്പം സ്റ്റേറ്റ്മെന്റ് 3 ഈസ് എ ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ്, കോമൺ സെൻസിന് വിരുദ്ധമാണ്. 3 and 4 ഉണ്ടെങ്കിൽ അത് തെറ്റായ. അങ്ങനെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മാത്രമേ, അഥവാ ഓപ്ഷൻ C മാത്രമേ നമ്മുടെ കോമൺ സെൻസിന് വിധേയമായിട്ടുള്ളൂ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു സൈക്കോളജിക്കൽ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ. C എന്ന് പറയുന്നത് 3ാമത്തെ ആൽഫബറ്റ് ആണ്. അപ്പൊ ഇവിടെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിയിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ചിലപ്പോൾ നമ്മൾ C കുത്തുന്നതിന്റെ ഭാഗമായിട്ട് D കുത്തും. നമ്മൾ തെറ്റിക്കേണ്ടതാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എക്സാം സൈക്കോളജിയാണ്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ പ്രസൻസ് ഓഫ് മൈൻഡ് എക്സാം ഹോളിൽ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, യെസ്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇനി ലക്ഷ്യം വെക്കേണ്ടത്, നമ്മൾ പറയുന്നൊരു കാര്യമാണ് അല്ലെ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ വിഷൻ വിശാലമാണെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും.
നിങ്ങൾ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഇപ്പം തന്നെ എനിക്കൊരു പ്രോമിസ് തരണം. CPO എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആവുന്നതിന് മുന്നോടി മാത്രമാണെന്ന് നിങ്ങൾ ഉറപ്പ് തരണം. CPO വളരെ നല്ല ജോലിയാണ്, നല്ല പവറുള്ള, നല്ല ശമ്പളം എല്ലാം ഉള്ള ജോലിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതിന് മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ പരീക്ഷ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിജയ സാധ്യത കൂടും. അതൊരു സൈക്കോളജിക്കൽ ഫാക്ട് ആണ്. നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിൽ ലക്ഷ്യം വെക്കണം. ഞാൻ അനുദീപ് സാറിന് വാക്ക് കൊടുക്കുകയാണ്, CPO എക്സാം എഴുതും, ഞാൻ CPO ആവും, 2 വർഷത്തിന് നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമല്ലോ, പിന്നെ നമുക്ക് കോൺസ്റ്റാബിളറിയിൽ SI പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാം. ആ പരീക്ഷ ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ഈ ചോദ്യം ഉത്തരം കണ്ടെത്തുന്നത് നോക്കിയേ. 87ാമത് ചോദ്യം അല്ലേ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻ ആണ് അല്ലെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും 100% ആൻസറിലേക്ക് എത്താൻ പറ്റത്തില്ല. പക്ഷെ കിട്ടേണ്ട മാർക്കിനെക്കാട്ടും 10-20 മാർക്ക് കൂടും. അതാണ് നമ്മളെ ടോപ്പ് 10 റാങ്കിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് റിയാലിറ്റി ചെക്ക് ചെയ്യണം അല്ലെ. താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന വട്ടം ഇട്ട് വയ്ക്കുക അല്ലെ. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതി തെളിവായി സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായി കോടതി തള്ളിക്കളയുന്നതാണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 3യും നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന് മാത്രമേ ശരിയാവാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ടിനും ഒരുമിച്ച് ശരിയാവാൻ ഒക്കത്തില്ല. അങ്ങനെ ആലോചിക്കുക. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നു കോടതി സ്വീകരിക്കുമെന്ന്, ഇവിടെ പറഞ്ഞ കോടതി സ്വീകരിക്കില്ല. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 3യും ഒരുമിച്ച് ശരിയാവാൻ ഒക്കത്തില്ല. അപ്പോ രണ്ടും ഉള്ള സ്റ്റേറ്റ്മെന്റ് എ എലിമിനേറ്റ് ആവും അല്ലെ. ഇതിനകത്ത് രണ്ടെണ്ണം, അപ്പൊ അത് ശരിയാവത്തില്ല. പിന്നുള്ളത് ബിയും ഡിയും സിയും മാത്രമാണ്. ഇതിലൊന്നും സ്റ്റേറ്റ്മെന്റ് 1നെ പറ്റി പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെന്നുള്ളത് നമ്മൾ ഡെഡ്യൂസ് ചെയ്തു. അറിയത്തില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡെഡ്യൂസ് ചെയ്തു സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെന്നുള്ള കാര്യം അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാന്നുള്ള കാര്യം ഡെഡ്യൂസ് ചെയ്തു. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 2 രണ്ടിടത്തുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ശരിയായോ നോക്കിയേ. യെസ്, സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ. പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ, ഇപ്പം ഒരാൾ കുറ്റം ചെയ്തു, അയാളെ പോലീസ് പിടിച്ചു. ഞാൻ കുറ്റം ചെയ്യാൻ ഉപയോഗിച്ചു, ഞാൻ ഒരാളെ വെട്ടിക്കൊന്നു, ആ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച വെട്ടുകത്തി ഞാൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരുമായി വെട്ടുകത്തി കണ്ടെത്തുന്നു. ഇത് കോടതി സ്വീകരിക്കുന്നത് കോമൺ സെൻസ് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾ ഒരാളെ വെടിവെച്ച് കൊന്നു, തോക്ക് ഒളിപ്പിച്ചു വെച്ചു, പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ഒളിപ്പിച്ച ആയുധം നിങ്ങളുടെ മൊഴിയുടെ പ്രകാരം കണ്ടെത്തുന്നു. ഇത് കോടതി സ്വീകരിക്കോ ഇല്ലയോ? കോമൺ സെൻസ് വെച്ചിട്ട് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ശരിയായേ പറ്റൂ. കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ ലോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, എക്സാം ഹോൾ വെച്ച് നിങ്ങൾ ലോ മറന്നുപോയാൽ പോലും അത് ശരിയായേ പറ്റത്തുള്ളൂ. സോ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. നമ്മൾ ആഴത്തിൽ പഠിക്കണം. പക്ഷെ എക്സാം ഹോൾ നമ്മൾ ആ ഒരു പോയിന്റ് മറന്നു പോയാൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് നിൽക്കുന്ന കാര്യം മാത്രമാണ്. അപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ഉള്ള 2 ഓപ്ഷൻസ് ബി അല്ലെങ്കിൽ ഡി മാത്രമേ ഉത്തരവാകത്തുള്ളൂ. നിങ്ങൾ സി എലിമിനേറ്റ് ചെയ്തു അല്ലേ. ഇനി അടുത്ത ചോദ്യം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 3യും ഇല്ലെന്നുള്ളത് 100% ഉറപ്പായി. അത് 4th സ്റ്റേറ്റ്മെന്റ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സംശയമുണ്ട്. നമ്മൾ 50-50 വരെ എത്തി. 50-50 എത്തിക്കഴിഞ്ഞാൽ കുത്തിക്കണം. അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 50-50 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുത്തിക്കണം. അതിന് പണ്ടൊക്കെ അറിയാവുന്നത് മാത്രം കുത്തിയിട്ട് ഇറങ്ങി വന്ന് PS ജയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. നമ്മൾ മാർക്ക് മാക്സിമൈസേഷൻ എന്ന ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. പ്രോബബിലിറ്റി തിയറി യൂസ് ചെയ്യുക. 50-50 വന്നു കഴിഞ്ഞാൽ നമ്മൾ 10 കുത്തുക 50-50, 5 ശരിയാവും 5 തെറ്റും. എന്നാൽ പോലും അഗ്രിഗേറ്റ് മാർക്ക് കൂടുതൽ വരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ അത്രയും കുത്തേണ്ട കാര്യമില്ല. ബാക്കിയുള്ളതിനകത്തൊക്കെ നമുക്ക് അതിനേക്കാളും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് അറിവുകൾ വേണം. അപ്പൊ ഇതിന്റെ ആൻസർ കീക്കകത്ത് ബി ആണ് എടുക്കുന്നത് അല്ലെ, ബി. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, റിസ്ക് ഇല്ല എന്നല്ല പറയുന്നത് എലിമിനേഷൻ ടെക്നിക്സിന്റെ കാര്യത്തിൽ. പക്ഷേ റിസ്ക് എടുക്കുന്നവനെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തത്തുള്ളൂ. അതിന് ഉദാഹരണമാണ് ഈ ചോദ്യം. ഒന്ന് നോക്കിയേ. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം 4 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏത് ഒരു കാര്യം മാത്രമേ നമുക്ക് നൽകാൻ പറ്റത്തുള്ളൂ, മറ്റും നൽകാൻ ഒക്കത്തുള്ളൂ. വിവരാവകാശ നിയമം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വ്യാപാര രഹസ്യങ്ങൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ന്യൂക്ലിയർ അല്ലെങ്കിൽ അണുവായുധം രഹസ്യമായിട്ട് വ്യാപാരം നടത്തുന്നുണ്ടെന്ന് വെക്കുക. അതിന്റെ ഇൻഫർമേഷൻ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ? വ്യാപാര രഹസ്യങ്ങൾ കിട്ടുമോ? പോയി. വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസ ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങൾ. ഒരു ഭാര്യയും ഭർത്താവിനും ഇടയിൽ ഒരു വിശ്വാസ ബന്ധം ഉണ്ടല്ലോ, അവർക്കിടെ പല രഹസ്യങ്ങളും പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനടുത്ത് പല രഹസ്യങ്ങളും പറയുന്നു അല്ലേ. അപ്പൊ അത് വിവരാവശ്യം കൊടുത്ത് നിങ്ങൾക്ക് അത് കിട്ടുമോ? നിങ്ങൾ കോമൺ സെൻസ് മാത്രം ആലോചിച്ച് നോക്കുക. വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം. ഇന്ത്യയിൽ എത്രത്തോളം പാകിസ്ഥാൻ ചാരന്മാരുണ്ടെന്നുള്ള വിവരം അമേരിക്ക അല്ലെങ്കിൽ റഷ്യ നമുക്ക് തന്നു വിചാരിക്കാം. നിങ്ങൾ പോയി ചോദിച്ചാൽ അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ഡി, മന്ത്രിസഭാ തീരുമാനങ്ങൾ. മന്ത്രിസഭാ തീരുമാനങ്ങൾ പത്രമാധ്യമങ്ങൾ സഹിതം അച്ചടിച്ച് വരുന്ന കാര്യങ്ങളല്ലേ മന്ത്രിസഭ. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ മന്ത്രിസഭാ തീരുമാനമായിരുന്നു അല്ലെ. അല്ലെങ്കിൽ ബഡ്ജറ്റ് വരാൻ വന്നത് മന്ത്രിസഭാ തീരുമാനമാണ്. അല്ലെങ്കിൽ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ സംഭവം അല്ലേ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടതല്ലേ. അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻ ഡിയിലേക്ക് എത്തുക. പക്ഷെ നിങ്ങൾക്ക് ആ ലോജിക്ക് പോയില്ലെങ്കിലും എയും ബിയും സിയും
അത് 100% തെറ്റാന്നുള്ളത് അറിയാം. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ ഡി അല്ല, ചുമ്മാ കയറി കുത്തിക്കോ, അത് ശരിയായിരിക്കും. ഓക്കെ, ശരിയായേ പറ്റത്തുള്ളത്. അപ്പൊ അതാണ് അതിന്റെ മറ്റൊരു അപ്രോച്ച്. ഇനി നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഈ CPO പരീക്ഷയിലെ ചോദ്യം അല്ലെ, പഴയൊരു കറണ്ട് അഫയർ 2009 കാര്യമാണ് ഇവിടെ കയറി ചോദിച്ചത്. ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം നിങ്ങൾ എത്രത്തോളം സ്മാർട്ട് ആണ്, നിങ്ങൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്, നിങ്ങൾക്ക് കാക്കിയിടാനുള്ള ലോജിക് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കാക്കിയിട്ട് പുറത്തിറങ്ങിയാൽ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നോക്കിയേ, ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് നടന്നു. തണുപ്പടിച്ച് ചാവാൻ തണുപ്പുള്ള സ്ഥലമാണ് അവിടെ. അവിടെ പോയി ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തി. അതിന്റെ റീസൺ എന്താണെന്ന ചോദ്യം. അതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നടത്തണമെങ്കിൽ അതിന് സിംബോളിക് റീസൺ ആയിരിക്കുമല്ലോ, അല്ലാതെ നേപ്പാള് സ്ഥലമില്ലാത്തതുകൊണ്ടല്ലോ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് കൊണ്ട് നടത്തുന്നത്. ഓപ്ഷൻ 1, അതിർത്തി തർക്കം ലോകസമാധാനമൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് എവറസ്റ്റിന്റെ മുകളിൽ പോകേണ്ട കാര്യമുണ്ട്. ഉണ്ടെന്ന് തന്നെ വെച്ചോ, ശരി, ഉണ്ടെന്ന് തന്നെ വെച്ചോ. അപ്പോ എ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻ എ ശരി. അപ്പൊ ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. എവറസ്റ്റിന്റെ മാലിന്യ സംസ്കരണം, ഇത് എവറസ്റ്റുമായി ബന്ധപ്പെട്ട സാധനം, മാലിന്യ സംസ്കരണം. ഇത് എവറസ്റ്റുമായി ബന്ധപ്പെട്ട സാധനം. ഈ 2 ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും, ഒന്ന് ശരിയാന്ന് വിചാരിച്ചാൽ തന്നെ. അപ്പൊ അതെന്തായാലും മോശപ്പെട്ടൊരു ഡിസിഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 1 തെറ്റാണെന്നുള്ളത് ലോജിക് വെച്ചിട്ട് കണ്ടെത്തുക. എവറസ്റ്റുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണല്ലോ എവറസ്റ്റ് വെച്ച് നമ്മൾ ഇത് നടത്തുന്നത് അല്ലെ, ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തുന്നത്. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഒന്നുകിൽ 2 ശരിയാവും, 3 ശരിയാവും, 2, 3 ശരിയാവും. എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ്. അപ്പൊ എവറസ്റ്റിലെ മാലിന്യ സംസ്കരണം, ഈ എവറസ്റ്റിൽ മാലിന്യം തള്ളാനായിട്ട് ആൾക്കാർ കെട്ടി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവറസ്റ്റിന്റെ മുകളിൽ കയറുന്ന ബേസ് ക്യാമ്പിൽ പോകുന്ന നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം പോകുന്ന ഒരു എന്താ പറയാ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് എവറസ്റ്റ്. അവിടെ മാലിന്യ സംസ്കരണത്തിന്റെ പ്രസക്തി ഉദിക്കുന്നുണ്ടോ? ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലും ബേസ് ക്യാമ്പിൽ കൊണ്ട് ചർച്ച നടത്തത്തക്ക കാര്യത്തിൽ പ്രശസ്തി ഉദിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് തന്നെ വെച്ചോ, ശരി, നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒന്നേ, എന്താ ഇത് വന്നല്ലേ പറ്റത്തുള്ളൂ. കാലാവസ്ഥ വ്യതിയാനങ്ങളും ഹിമാനികൾ ഉരുകലും, ചൂട് കൂടുന്നു, എവറസ്റ്റ് ഉരുകുന്നു. ആ ഒരു കാര്യം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് നടക്കുന്ന ക്യാബിനറ്റ് മീറ്റിംഗ് പോട്ടെ, എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് നടക്കുന്ന സാധാരണ ഒരു ഗവൺമെന്റ് ചർച്ച എടുക്കുക, അതിനകത്താണെങ്കിൽ പോലും 3 വന്നല്ലേ പറ്റൂ. ക്യാബിനറ്റ് മീറ്റിംഗ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ചർച്ചകളായിക്കോട്ടെ, യുണൈറ്റഡ് നേഷൻസ് അവിടെ പോയി ഒരു സമ്മേളനം നടത്തുന്നിരിക്കട്ടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ. അപ്പൊ അതിനകത്ത് ഈ ഒരു അജണ്ട വന്നേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് 100% ശരിയാ. ഉത്തരം ഒന്നുകിൽ സി വരും അല്ലെ, അല്ലെങ്കിൽ ഡി വരും. ഇത് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞു. എവറസ്റ്റിലെ മാലിന്യ സംസ്കരണം, അവിടെ പോയി സമ്മേളനം നടത്തക്കത്തക്ക രീതിയിൽ വലിയ പ്രശ്നമാണോ എവറസ്റ്റിലെ മാലിന്യം? അല്ലെങ്കിൽ 3 മാത്രമേ വരത്തുള്ളൂ. നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോൾ ഉത്തരം സി എന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ ഈ 2009 കറണ്ട് അഫയർ കഴിഞ്ഞ വർഷം കയറി ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചോദ്യകർത്താവിന്റെ തലച്ചോറ് നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്കൊരു ടോപ്പ് ഒരു എന്താ പറയാ 100 റാങ്കിലേക്ക്, 50ലേക്ക്, ടോപ്പ് 30ലേക്ക്, 20ലേക്ക്, 10ലേക്ക് ഒക്കെ എത്താൻ പറ്റുക. നിങ്ങൾ എപ്പോഴും റാങ്ക് ഹോൾഡർ നിലവാരത്തിൽ വേണം ചിന്തിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ CPO പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ SI ആവുന്നതിന്റെ ജസ്റ്റ് ഒരു മുന്നൊരുക്കം മാത്രമാണ്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ ചോദ്യമൊക്കെ നമ്മുടെ മുന്നിൽ മുട്ടുമടക്കും. നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ തേടി പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് മുട്ടുമടക്കും. അല്ലാതെ ബുദ്ധി കൂടിയ ആൾക്കാരല്ല SI ആവുന്നത്, കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മനസ്സിലായല്ലോ. ഒരു SIയേക്കാൾ ബുദ്ധിയുള്ള CPOമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അയാളുടെ മോട്ടിവേഷൻ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ്, ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ SI അല്ല ഏത് റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും, IPS നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 8ാമത്തെ ചോദ്യം കോമൺ സെൻസ് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ ധാന്യപ്പുര പ്രയറീസ് എന്ന് പറയും അല്ലെ. ധാന്യപ്പുര എന്ന് പറയുമ്പോൾ അത്യാവശ്യം സസ്യങ്ങൾ അല്ലെ, നെല്ലോ ഗോതമ്പോ അല്ലെങ്കിൽ ധാന്യങ്ങൾ വളരാൻ കപ്പാസിറ്റി ഉള്ള സ്ഥലമായിരിക്കണം. അത് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന ചോദ്യം. അമേരിക്കയ്ക്കും മെക്സിക്കോയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, കാനഡയ്ക്കും ഗ്രീൻലാൻഡും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു സാധനത്തിന് ഒരു സ്ഥലത്തിൽ ഇത് അമേരിക്കയാണെങ്കിൽ മേളിൽ കാനഡ, താഴെ മെക്സിക്കോ. ഈ പ്രയറീസിന് 2 ഒരുമിച്ച് സ്ഥിതി ചെയ്യൂ. ഇതൊരു സ്ഥലമല്ലേ, ഒരു സ്ഥലമല്ലേ. കേരളത്തിന് ഇന്ത്യക്കകത്തും പാകിസ്ഥാനകത്തും സ്ഥിതി ചെയ്യൂ. അപ്പോ ഇതിനകത്ത് 3 ശരിയെന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3. ഇത് എവിടെ സ്ഥിതി ചെയ്താലേ പറ്റുള്ളൂ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അത്യാവശ്യം സൂര്യപ്രകാശമുള്ള അല്ലെങ്കിൽ ട്രോപ്പിക് റീജിയനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തല്ല ഇത്രയും അധികം ധാന്യങ്ങൾ വളരത്തുള്ളൂ. അതോ മഞ്ഞ് മൂടുന്ന സ്ഥലത്താണോ? അപ്പൊ നോർത്തിലോട്ട് പോകുമ്പോഴാണ് സൗത്തിലോട്ട്. കാനഡ തണുപ്പുള്ള രാജ്യം എന്നറിയാലോ. അതിൽ അമേരിക്കയുടെ നോർത്തേൺ ഭാഗത്ത് നല്ല തണുപ്പുണ്ട്. സൗത്ത് എന്ന് പറയുന്നത് കുറെ കൂടെ മെക്സിക്കോ റീജിയനിൽ സദേൺ റീജിയനിലേക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഏതായിരുന്നു ശരിയാവേണ്ടത്?
അപ്പൊ നിങ്ങൾ ആലോചിക്കും, കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ ഇത് എവിടെയായിരിക്കണം വരേണ്ടത്? കുറെ കൂടെ താഴോട്ടുള്ള സ്ഥലം അല്ലേ? അപ്പൊ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും അമേരിക്കയ്ക്കും മെക്സിക്കോയിലുമായി സ്ഥിതി ചെയ്യുന്നു അല്ലെ? എ ആണ് വേണ്ടത്. എ എന്ന് പറയുമ്പോഴത്തേക്കും സി ആണ് ഉത്തരം വരേണ്ടത് അല്ലെ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. യഥാർത്ഥത്തിൽ പ്രൈറീസ് എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്ക ഫുൾ ആയിട്ട്, അതായത് കാനഡ, അമേരിക്ക, മെക്സിക്കോ 3 സ്ഥലത്തുമായി പറഞ്ഞെടുക്കേണ്ട സംഭവമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഡി ആണ് വേണ്ടത് അല്ലെ? 3ഉം ശരിയെന്നുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അതാണ് ഞാൻ കറക്കി കുത്താൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു. ആഴത്തിൽ പഠിച്ചിട്ട് കറക്കി കുത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റും. കറക്കി കുത്താൻ മാത്രം ഇരുന്നാൽ ഈ പറഞ്ഞ കോമൺ സെൻസ് ഉപയോഗിച്ച് 0 മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വായിക്കാം. എന്തായാലും അഗ്രിഗേറ്റ് മാർക്ക് കൂടും. പക്ഷെ ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്ത് തെറ്റുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു റിയാലിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മളൊരു 10 ചോദ്യം എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7 എണ്ണം ശരിയാവും, 3 എണ്ണം ഇതുപോലെ തെറ്റും. എന്നിട്ട് അഗ്രിഗേറ്റ് 6 മാർക്ക് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് സ്മാർട്ടായിട്ട് വേണം. അയ്യോ 2 എണ്ണം തെറ്റിയല്ലോ എന്നൊരു ഇത് ഉപേക്ഷിക്കരുത്. തെറ്റിയിരിക്കും. നമ്മൾ കുറച്ച് ചില ചോദ്യങ്ങൾ തെറ്റിയിരിക്കും, കുറേ ചോദ്യങ്ങൾ ശരിയാക്കിയിരിക്കും. അപ്പൊ ഈ രീതിയിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് കൂടുതൽ കിട്ടുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ട്രാജഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് PSC ആൻസർ ചെയ്യാത്ത ആൻസർ എ ആണ്. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. യഥാർത്ഥത്തിൽ ആൻസർ ഡി ആണ് വരേണ്ടത് അല്ലെ? പക്ഷേ ലക്ക് ഫാക്ടറിനകത്തുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ മര്യാദയ്ക്ക് പഠിച്ച ജോലി കിട്ടും. നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടേണ്ടത് ഒരു 70 മാർക്കിന് പകരം 65 മാർക്ക് ആയേക്കാം ലക്ക് കുറഞ്ഞാലും. പക്ഷേ നിങ്ങൾക്ക് ടോപ്പ് ഒരു 20-ലോ 50-ലോ റാങ്ക് കിട്ടും. അത് മതിയല്ലോ. നമുക്ക് കാര്യം ലക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാണ് പോകുന്നത്. മനസ്സിലായല്ലേ? ഇതുപോലെ ചോദ്യം പണി കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാണ് പണി കിട്ടുക. നിങ്ങൾക്ക് മാത്രമല്ല പണി കിട്ടുക. നിങ്ങൾ അത് തോട്ട് പ്രോസസ് കറക്റ്റ് ആക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. റിയാലിറ്റിയാണ് നിങ്ങൾക്ക് പണി തരുന്നത്. അതുകൊണ്ട് ഗുണം മാത്രം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചില പണിയും കിട്ടും, എന്നാലും സാരമില്ല. പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. വിശദമായിട്ട് വായിച്ചു നോക്കിയിട്ട് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയിട്ട് ഒരു ഉത്തരം എന്തിരുന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേ. കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ക്ലൂ ഞാൻ വേണമെങ്കിൽ തരാം. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ചാൽ മതി. ഉദാഹരണത്തിന് ഒരു ഉദ്യോഗസ്ഥൻ, ഗ്രാമത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്തൊക്കെ കാര്യങ്ങളാണ് മജിസ്ട്രേറ്റിനെ അറിയിക്കേണ്ടതാണ് ചോദ്യം അല്ലേ? ഗ്രാമത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇതുപോലൊരു ക്രിമിനലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇവർ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും തെറ്റായിരിക്കും, പ്രത്യേകിച്ചും ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. അപ്പൊ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് എടുത്ത് വെച്ചിരുന്ന ഇതാണ് ആന്റി തീസിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ ആഴത്തിൽ ഓരോ ടോപ്പിക് ഇൻ ഡെപ്ത് പഠിപ്പിക്കും. അവരോടൊപ്പം ഇത്തരത്തിൽ സ്മാർട്ട് ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കും. അതാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഏറ്റവും ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്തിനും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സിലേക്കാണ് പോകുന്നത് അല്ലെ? സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ് കാര്യങ്ങൾ. എക്സാം ഹോളിൽ നമ്മൾ ഇരിക്കും, ചിലപ്പോൾ കുറച്ച് പാനിക് ആയെന്നൊക്കെ ഇരിക്കും, സാരമില്ല. ഇതിനകത്ത് നിങ്ങൾ സ്ട്രെസ്, നിങ്ങളുടെ ആങ്സൈറ്റി അതിനെ വരതിക്ക് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം, ടൈം മാനേജ്മെന്റ് ഓക്കെ ആയിക്കോളും. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഈഗോ പാടില്ല. നിങ്ങൾക്ക് മാത്സിൽ ചിലപ്പോൾ നിങ്ങൾ പുലിയായിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക്സിൽ പുലിയായിരിക്കാം, പക്ഷെ ആർക്കും കിട്ടാത്ത ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ വന്നിരിക്കും. അപ്പൊ അതിന്റെ പുറകെ പോയി സമയം കളയില്ല. എനിക്ക് എന്റെ സബ്ജക്റ്റ് എന്നുള്ള ചോദ്യം എനിക്ക് ഉത്തരം കണ്ടെത്തണം എന്നുള്ള വാശിക്ക് പുറകെ പോകരുത്. സ്കിപ്പ് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിനകത്ത് സ്കിപ്പ് ചെയ്തിരിക്കണം. ആ ചോദ്യം ശരിയാകുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് 10 ചോദ്യം വേറെ ചെയ്യാൻ പറ്റും. അതൊന്ന് മനസ്സിൽ വയ്ക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ്. എക്സാം ഹോളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറൊക്കെ നല്ല ഷാർപ്പായിട്ട് മാറിയിരിക്കും. ഇത് ചെയ്യേണ്ടത് ഒരു വിഷ്വലൈസേഷൻ എക്സസൈസാണ്. എന്തായാലും എക്സാം ഹോളിൽ കയറിയിട്ട് ചോദ്യപേപ്പർ കിട്ടുന്നവർ നിങ്ങൾ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണടച്ചുകൊണ്ട് ആ പരീക്ഷ പേപ്പർ കൈ കിട്ടുന്നതായിട്ടും ഫസ്റ്റ് നിങ്ങൾ അതൊന്ന് മറിച്ച് നോക്കുന്നതായിട്ടും അതിനകത്ത് ചോദ്യങ്ങളൊക്കെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള രീതി, ഏറ്റവും ഷാർപ്പായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യുന്നതാണ് വിഷ്വലൈസ് ചെയ്യുക. ഒരു സ്വയം ഒരു താങ്ക്സ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ്. ഈ താങ്ക് യു എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര പവറാണ്. നിങ്ങൾക്ക് തന്നെ ഒരു താങ്ക്സ് പറയാം. ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പഠിച്ച് ഈ പരീക്ഷ ഏറ്റവും മികച്ച രീതിയിൽ എഴുതിയതിന് നിങ്ങളോട് തന്നെ ഒരു താങ്ക്സ് പറയാം. പിന്നെ വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ ഫിസിക്കൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്യുന്നതായിട്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി മനസ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയ ഒരു മനസ്സിനെ സംബന്ധിച്ച് ഈ പരീക്ഷയിൽ നമ്മളെ കൂളാക്കി ഇരുത്തുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ടാസ്ക് മാത്രമായിരിക്കും. ഈ വിഷ്വലൈസേഷൻ എക്സസൈസ് നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നു കഴിഞ്ഞാൽ, എനിക്ക് പ്രോമിസ് തന്നു കഴിഞ്ഞാൽ, നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് കൂളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് സ്ട്രെസ് മാനേജ്മെന്റിന് ടൈം മാനേജ്മെന്റിനെ അദ്ദേഹം നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. എഗെയിൻ നമ്മുടെ LDC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പരീക്ഷ എന്നാണോ കഴിയുന്നത് അതുവരെ പരിശീലനം നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. അൺലിമിറ്റഡ് വാലിഡിറ്റി ആണ് അതുവരെ.
ഈ ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നെങ്കിൽ ഏകദേശം 6ഓളം പരീക്ഷകൾക്കുള്ള ഒറ്റ സിംഗിൾ ടൈം ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പഴുതടച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. സോ ഉഷാറായി പഠിച്ച് മുന്നോട്ട് പോകാട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.